ഒന്ന് സ്റ്റോപ്പ് ആക്കണേ. ചേട്ടാ, ഈ ഹൗസ് കേരള എവിടെയാ? എന്ത്? ആ കേരള ഹൗസ്. ഓ, ആ ചെക്ക് പോസ്റ്റ് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ ഇടതുവശത്ത് കാണുന്ന വീടാ. നന്ദി. ശരി, ഞാൻ മിന്നാന്ന് വരും. അപ്പൊ ഒരു ചായ വാങ്ങിച്ചു തരാം. மம்மி நீங்க உட்காருங்க. நீங்க எல்லாம் சாப்பிடுங்க, நான் அப்புறமா சாப்பிட்டுக்கிறேன். சாப்பிடாதே பொண்ணுங்களே, சாப்பிடாதே. ஓகே, சாப்பிடு சாப்பிடு. யாரா நீ? பைத்தியக்கார மாதிரி இருக்கு. ஐயா, எல்லாத்தையும் என்ஜாய் பண்றான். இவன் பிச்சைக்காரன்டி. ஒரு வருஷமா சாப்பாடே காணாம போயிருக்கு. போ போ போ. இனி ஞான் யாருன்னு சொல்றேன். அதான் உன்னோட பேரா? என் பேரு கண்ணப்பன். எல்லாரும் என்ன டெஸ்டர் கண்ணப்பன் என்று விളിക്കും. இனி முதல் நீங்க என்ன சாப்பிடுறதுக்கு முன்னாடி நான் சாப்பிட்டுட்டு விஷோ கிஷோ இல்லன்னு உறப்பு வருத்தணும். എന്നിട്ട് தான் நீங்க சாப்பிடணும். ஏன் எதுக்கு சொல்றேன். கல்லு வாதுக்கள் தெரியுமா? இதுக்கு முன்னாடி அங்கதான் எனக்கு டியூட்டி. சாராய டெஸ்டர். ஒரு நாள் நான் லீவ் எடுத்தപ്പോൾ அங்கே சத்தது 40 பேர், கண்ணு போகுது 30 பேர். എൻ അപ്പൻ താൻ വൈപ്പിംഗറിലെ ടെസ്റ്റർ ആയിരുന്നത്. അപ്പന്റെ 4ാമത്തെ കല്യാണത്തിന് അപ്പൻ 2 ദിവസം ലീവ് എടുത്തപ്പോൾ അങ്ങയും 100 പേര് വടിയായി 150 പേരുടെ കണ്ണിന്റെ ഫീസ് ബച്ച്. നിന്റെ കഥയൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. അത് നീ പുറത്തിറങ്ങ. நீங்க என்ன சொன்னாலும் ഞാൻ போக மாட்டேன். அந்த பெரிய தேவர் சார் தான் என்ன இங்கே அழைச்சது. ഹലോ. ആ വന്നു. ഓ அப்படியா? ശരി பெரியப்பா. இந்த உலகத்தில் 24,000 விஷம் இருக்கு. பட்டி விஷம், பூச்ச விஷம், பாம்பு விஷம், ஆன விஷம், ஆடு விஷம், எலி விஷம், டெலிவிஷன், காதல் விஷம், கை விஷம், മൂക്കിൽ விஷம், വയറിൽ விஷம், നെഞ്ചിൽ விஷம். ഇതിലേത് വിഷമായാലും എനിക്ക് കേൾക്കാതെ. ഞാൻ സാപ്പിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് എന്റെ നഖരിലെല്ലാം നീല നിറം വന്നാൽ സാപ്പാടിൽ കണ്ടിപ്പാ വിഷം ഇருக்கு. മാമി. ഇഡ്ലി കിഡ്ലി, സാമ്പാർ കീമ്പാർ, ചട്നി കിഡ്നി, വടക്കിടை ഇവയിലൊന്നും വിഷമില്ല. ധൈര്യമായി താങ്ങിക്കോ. நாங்க பின்ன சாப்பிட்டுக்கலாம். இனி இത്രയല്ലേ ഉള്ളൂ. അത് നീ സാപ്പിട്ടുക്കോ. നോ താങ്ക് യു. ഞാൻ പോരുന്ന വഴി ഹോട്ടലിൽ നിന്ന് 2 പൊറോട്ടയും ഒരു ചായയും കഴിച്ചു. ഇനി നീങ്ക പച്ചത്തണ്ണി കുടിക്കണ കൂടി ഞാൻ കുടിച്ച് പാത്തക്കപ്പുറം താൻ കുടിക്കണം. പിന്നെ ഒന്ന് കിടക്കണമല്ലോ. അപ്പോ ഇന്ന് തിരിച്ചു പോണില്ലേ? എവിടെ പോവാൻ? നിങ്ങൾ ഇവിടെ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം ഞാൻ അവിടെ നിക്കണമെന്നാ പെരിയ തേവർ സാർ പറഞ്ഞിരിക്കുന്നത്. നോക്ക്, இங்க இருக்கிறதே ஒரே ஒரு பெட்ரூம் தான். அதுல நாங்க 4 பேர் கிடக்கிறதே கஷ்டம். കുഴപ്പമില്ല, നിങ്ങൾ 4 പേരുടെ കൂടെ അതിന്റെ ഓർത്ത് ഞാൻ കിടന്നോളാം. എന്നൊരു സ്ത്രീയായി കണ്ടോളൂ, എനിക്ക് വിരോധമില്ല. ஐயடா, வந்திருக்குது ஒரு ஸ்திரீ லோலன். வெளியில அம்மி கிடக்குற வராந்தா ஒண்ணு இருக்கு, அங்க போய் கிடக்கு. ഓ, മമ്മി വരാന്തയിലാണ് കിടക്കുന്നത്. മമ്മി എങ്കിൽ മമ്മി. മമ്മി കാണാൻ എങ്ങനെ സുന്ദരിയാണോ? എന്റെ മോന്തക്കിട്ട് മമ്മിയല്ല, അരക്കിற അമ്മി. അരക്കണ അമ്മി മനുഷ്യനെ വെറുതെ കൊതിപ്പിച്ച്. ഉച്ചയൂണിന് മുമ്പ് വിളിക്കുമോ ടെസ്റ്റിങ്ങിനെ? അവളുമാരൊരു അമ്മി. കണ്ടോ? നിന്നെ കാണാതിരിക്കാൻ ഞാൻ എന്താ കുരുടനാ? എന്നെ അല്ല, അപ്പുറത്തൊരു പാണ്ടി പോലീസിനെ പ്ലാവലെടുത്ത് പൊക്കുന്ന പോലെ അമ്മിക്കല്ലെടുത്ത് ഇങ്ങനെ പൊക്കിയത്. ഇത് പാണ്ടി പോലീസ് അല്ലടാ, ഗുണ്ട. ഉണ്ണാൻ സമയമായിട്ടില്ലല്ല. ഉണ്ടോന്നല്ല, ഗുണ്ടാന്നാ പറഞ്ഞത്. വില്ലുപുരത്തൊരു ദാതയുണ്ട്, കാളിമുത്തു. ഉരലെടുത്ത് ഒറ്റക്കൈ കൊണ്ട് അമ്മാന മാടലാണ് അയാളുടെ ഹോബി. സംശയിക്കേണ്ട, ഇവൻ കാളിമുത്തുവിന്റെ ശിഷ്യനാ. തടിയുണ്ടെങ്കിൽ പുല്ലെങ്കിലും പറിച്ചു തന്നെ. വല്ലഭ എന്റെ ജെട്ടി കണ്ടടാ? ഞാൻ എടുത്തൊന്നുമില്ല, എനിക്കത് പാകാകയില്ല. പിന്നെ ഇതെവിടെ പോയി? ഈ ലൊക്കാലിറ്റി എവിടെ ഉണ്ട്, അതിന്റെ മണമല്ലുണ്ട്. അത് അടുത്ത വീട്ടിൽ ഉണക്കുകയും വറക്കണ മണോ? പിന്നെ ആ ഷാട്ടിക്ക് ഇത്ര നല്ല മണോ? വല്ലഭ കിട്ടിയാ? അവൻ വരുന്നുണ്ട്. അയ്യോ, ഓ, സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലേ മുങ്ങാൻ. പോവും പോവും. അല്ല, ഇവർ ഈ ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടായി യാത്ര?
ഈ പെറുക്കാൻ നടക്കണ പാണ്ടികൾ എടുത്തോണ്ട് പോകണ്ടെന്ന് കയറി സേഫ്റ്റി സൈഡിന് എടുത്ത് വെച്ചതാ. അതെ. നീ എന്താ കാണിക്കണേ? ഈ പെറുക്കാൻ നടക്കണ പാണ്ടികൾ വാതിലും പൊളിച്ച് വന്നാലാ? അപ്പൊ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ നിന്നെ വിളിച്ചോണത്തണ്ടേ? നീ എന്നെ വിളിച്ചാ മതി വല്ലപ്പ, ഞാൻ തുറന്നു തരാ. അല്ല വല്ലപ്പ വാതിലടച്ച് കൂട്ടി കട്ടിലും തള്ളി വെച്ച് അപ്പോഴാണ് അല്ല വല്ലവൻ കിടന്നുറങ്ങാൻ നോക്ക്. അല്ല ഇവൻ നമ്മളെ കൊണ്ടേ പോവുള്ളൂ. അവൻ വന്ന ഞാനില്ല. വരാന്തേക്ക് വരാന്ത ഒന്ന് ചുരുണ്ടുകൂടി ഉറങ്ങണം. നേരിവായേ. പായേ നിന്നോട് ചുരുണ്ടുകൂടാനല്ല പറഞ്ഞത്, എനിക്കിവിടെ ചുരുണ്ടുകൂടി ഉറങ്ങണമെന്ന്. നേരെ കെടുക്കടി കള്ളി. ടെസ്റ്റർ കണ്ണപ്പനോടാ നിന്റെ കളി. പിന്നെ മനുണ്ട് പണ്ടാറും ചുരുണ്ടുകൂടി പോ വൃത്തികെട്ട പായേ. ഇപ്പൊ ചുരുളൂല, പക്ഷെ കിടക്കാൻ പറ്റില്ലോ. ഇതങ്ങനെ നേരത്തെ ചെയ്താൽ മതിയായിരുന്നില്ലേ? ഇത് പണ്ടെങ്ങാൻ ചുരുണ്ടുകൂടി ചത്ത ഏതോ തമിഴന്റെ പ്രേതം ഈ പായ കൂടിയിട്ടുണ്ട്. ഏതായാലും ഞാൻ വെറുതെ വിടാന്ന് വെച്ചിട്ടില്ല. 18ാമത്തെ തടവ് അത് ഞാനൊന്ന് എടുക്കും. തീർന്നല്ല നിന്റെ അഹങ്കാരം. എനിക്കിനി സ്വൈരോട്ടൊന്ന് കിടന്നുറങ്ങണം. ഈശ്വരന്മാരെ രക്ഷിക്കണേ. நீ சொல்ல. എന്താ 3 പേര് ചേർന്ന ഒരു മീറ്റിംഗ്? மாமி இன்னைக்கு அம்மாவாசி தானே? ஆமா, நான் மறந்தே போயிட்டேனே. മാമി തന്നെ சொன்னே, അമാവാസിക്ക് പിറ്റേന്ന് രാവിലെ മാമി കൺ തുറന്ന് മന്ത്രം ചൊല്ലി ആര് നോക്കിയാലും இந்த வீடு நாடும் விட்டே போயிடுமென்னு. Of course. என் நட்சத்திரம் அவ்வளவு பயங்கரமானது. இந்த மாதிரி கோடியில ஒரு ஆளுக்கு தான் அந்த பாக்கியம் கிடைக்கும். ஏதோ கடவுள் புண்ணியத்துல எனக்கு அந்த பாக்கியம் கிடைச்சிருக்கு. அந்த நட்சத்திரத்தோட எஃபெக்ட் ഞങ്ങൾക്കൊന്ന് കാണണം മാമി. അതെ, കേരള പോലീസിനെ കൊണ്ട് നടക്കാത്ത കാര്യം മാമി നടത്തണം. அந்த മലയാളികൾ இந்த ஊரை விட்டு ஓடணும். ஆ மாமி. ஓகே, நான் ட்ரை பண்றேன். அப்படி சொல்லாதீங்க, ചെയ്തേ പറ്റൂ. അങ്ങനെയാ പറഞ്ഞിരിங்க. ഓക്കേ, നാളേക്ക് കാലയില എന്റെ കണ്ണോட പവർ എന്നന്ന് ഞാൻ അവங்களுக்கு കാണിച്ചു കൊടുക്കറേൻ. ഓക്കേ, ഇവിടുന്ന് എങ്ങനെ വാസുവേട്ട ഒന്ന് രക്ഷപ്പെടുക? എങ്ങനെ രക്ഷപ്പെട്ടാലും പോലീസുകാർ പൊക്കി നമ്മളിവിടെ കൊണ്ടുവരും. വല്ലാത്തൊരു പുരിവാല വന്ന് പെട്ടിരിക്കുന്നത്. ആഹാ, എന്താണ് രണ്ടുപേരും കൂടി കൊണാപ്ലിക്കേഷൻ? മുങ്ങാനല്ല, അകത്തെ ബാത്റൂമിൽ വെള്ളമില്ലല്ലോ, അതുകൊണ്ട് പുറത്ത് മറപ്പരയിൽ കുളിക്കാൻ. അത് വേണ്ട, ഞാൻ കോരി വെച്ച വെള്ളമാണ്. ഞാൻ കുളിച്ചിട്ട് നിങ്ങൾ കുളിച്ചാൽ മതി. അത് ശരിയാണ്. അവൻ ആദ്യം കുളിക്കട്ടെ, നമുക്ക് മുറി പോയി വെയിറ്റ് ചെയ്യാം. മുറി പോയി വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് 3 പേർക്കും കൂടി ഒരുമിച്ച് കുളിക്കാം. അയ്യേ, 3 പേരും കൂടി ഒരുമിച്ച് കുളിക്ക്. അതിനിപ്പോ എന്താ, നമ്മൾ 3 പേര് ആണുങ്ങളല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർക്കും കൂടി കണ്ണടച്ച് കുളിക്കാം. കണ്ണടച്ചാ? കണ്ണടച്ച് കുളിച്ചാ കാണില്ല, അതറിയില്ലേ? കേറ് കേറ്. വാസുവേട്ടൻ എങ്ങോട്ട് പോണ്? ഞാൻ കുളിക്കാൻ കുളിമുറി ഇവിടെ ഇല്ല, ആര് കേറ്? ആ കുളിമുറി ഇവിടെയാണല്ലേ? ഓരോരുത്തരായിട്ട് വാ, കേറ്. അല്ല, നീ ഇതെങ്ങോട്ട് പോണ്? ഞാൻ കുളിമുറിയുടെ വാതിലടക്കാൻ പോണ്. അയ്യോ, നീ കേറ്, ഞാൻ അകത്തുനിന്ന് അടച്ചോളാം. ശരിയാണല്ലോ, ഇതിന്റെ വാതിലകത്തുനിന്ന് നടക്കാം. കണ്ണടച്ചുള്ള കളിയാണ് കേട്ടാ. കളിയല്ലടാ, കുളി. എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. എന്ന് വെച്ച് കണ്ണൂർക്കല്ലേ കേട്ടാ. ദൈവം കണ്ണു തന്നത് എന്ത് ഭാഗ്യം. അതെന്താടാ വല്ലപ്പാ? ഇല്ലെങ്കിൽ കണ്ണടക്കാൻ പറ്റുമായിരുന്ന? ആദ്യം നിന്റെ വായടക്ക്. நம்ம பசு இதையே ஒரு ட்ரையல் பார்க்கலாம். ஒர்க் அவுட் ஆயி போச்சு. ஓகே, நெக்ஸ்ட் സോപ്പ ആരയില്ല. എന്നാ കിട്ടി. കൈയെടുക്കണം, അത് ചോപ്പലടാ. എന്താടാ പെട്ടെന്നൊരു കാറ്റ് തന്നെ? മഴ പെയ്യുന്ന തോന്നണേ. നിങ്ങൾ ആ ചരിവൻ താഴെയിട്ടുണ്ട്, കല്ലേലൊന്ന് പിടിയടാ.
തീരെ പരിചയമില്ലാത്ത സാധനങ്ങൾ കണ്ടാണ് മാമി പേടിച്ചിരിക്കുന്നത്. പരിചയം ഉണ്ടായിരുന്നെങ്കിൽ പേടിക്കില്ലായിരുന്നല്ലോ. இந்த மாதிரி ஆளுகளா தனி கண்ட்ரிஸ் கொஞ்சம் கூட கல்ச்சர் இல்லாதவங்க இவங்களெல்லாம் என்ன செய்யணும்னு எனக்கு தெரியும். പകരം വീട്ടാനാണെങ്കിൽ ഞാനൊരു നല്ല വഴി പറഞ്ഞു തരാം. അവരേത് നാണയത്തിൽ ചെയ്തോ അതേ നാണയത്തിൽ തിരിച്ചടിക്കണം. என்ன ദേ അവരെങ്ങനെ മാമിയെ പേടിപ്പിച്ചുവോ അതേപോലെ തന്നെ നിങ്ങളും അവരെ പേടിപ്പിക്കണം. അങ്ങനെ തന്നെ ചെയ്യണം. ദുഷ്ടന്മാരി അവര് 3 പേരിലുണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ 4 പേരില്ലേ? വേണമെങ്കിൽ ഞാനും ചേരാം. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. എന്റെ ഭഗവതി, ഇപ്പവും அந்த കാഴ്ചയെ വിചാരിച്ചു നോക്കിയാ എന്റെ തലയെല്ലാം ചിറ്റുത്, എന്റെ ഉടമ്പെല്ലാം വിറയ്ക്കുതമ്മാ. വിഷമിക്കാതെ മാമി, ഇതിന് പ്രതികാരം ചെയ്യാതെ ഞാൻ വിട മാട്ടേ. ജഡ്ഡി ഉണ്ടായിരുന്നെങ്കിൽ ആ തള്ളച്ചി ഇത്രയും പേടിക്കില്ലായിരുന്നു. എവിടെ പോയാ? അതേ കിടക്കണ. ചേട്ടാ ഇതെങ്ങനെ മദ്രാസിലോട്ട് പോയി? ആ തമിഴത്തേണ്ട കൈ കിട്ടിയ പിന്നെ ഊരിയെടുക്കാൻ പാടാ. ഹലോ ഹലോ, ഏ പയ്യൻ, എന്നെ ഗ്ലാഡ് മീറ്റ് യു. എന്താ പേര്? കൊച്ചുവാസു. മുഖത്തെന്താ ഭാഗ്യരേഖ പോലൊരു പാട്? നാക്ക് പഠിക്കാൻ നേരത്ത് ഈർക്കില് കൊണ്ടതാണേ. അപ്പൊ തൊലിക്കെട്ടി തീരെ കുറവാണല്ലേ? ആ സാറ്, ഞാൻ കണ്ണപ്പൻ, ടെസ്റ്റർ കണ്ണപ്പൻ. ടെസ്റ്ററാ? എന്ത് സാധനവും ടെസ്റ്റ് ചെയ്യും. ഓഹോ, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങ് തന്നാ മതി. 5 മിനിറ്റിനുള്ളിൽ റിസൾട്ട് പറയും. ഞാൻ കുറെ ആളായി ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പഞ്ചസാര ഉണ്ടോന്നൊരു. ഓ, അതിൽ കുറഞ്ഞാലും സാരമില്ല, വേഗം എടുത്തുണ്ടാ, ചൂടാറാതെ. പറ്റിയൊരു ചെറിയ പാത്രം വേണമല്ലോ. ചെറിയ പാത്രം എന്തിനാ, വലിയ പാത്രം തന്നെ ആയിക്കോട്ടെ. വേണ്ടല്ലോ, ചൂടാറാതെ വേഗം കൊണ്ടുവരൂ. അപ്പൊ ഒരു മിനിറ്റ് നിൽക്കണേ, ഞാൻ പോരാ. ഊണിന് മുമ്പ് ഒരു കാപ്പി കൂടി ആകാം. 5 മിനിറ്റ് മുമ്പ് ഒഴിച്ചു കളഞ്ഞോണ്ട് ഇത് കുറച്ചേ ഉള്ളൂ. നിങ്ങളെന്താ ടാറ്റയുടെയും പിള്ളേരുടെ മക്കളാ ചുമ്മാങ്ങ ഒഴിച്ചു കളയാനായിട്ട്? പ്രതീക്ഷിച്ചില്ലല്ലോ. തൽക്കാലം ഇതൊന്ന് ടെസ്റ്റ് ചെയ്യും. അപ്പോഴും വല്ലപ്പം വരും. പലവും മാർക്കറ്റിൽ പോയിരിക്കണം. അവനാണെങ്കിൽ ലേശം വയറേടിയുടെ അസുഖമുണ്ട്. അപ്പൊ അതുമായി അതാവുമ്പോ കുറച്ച് കൂടുതൽ കാണും. അപ്പൊ ഇന്ന് കോളാണ്. എന്താണോ ഇത്? മൂത്രം. വല്ലം പറ്റുന്നത് മറ്റതാണ്. വേണ്ട, എന്നോട് ഇത് വേണ്ട. ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എന്നോട് കളിച്ചാലേ നീ ഒന്നും അധിക കാലം മൂത്രം ഒഴിക്കൂല. ഇനിയിപ്പോ ആ ചെമ്പെടുക്കണമെങ്കിൽ പണ്ടാണെങ്കിൽ തമിഴ്നാട് വരെ പോണം. കാശ് എത്ര ചെലവാ? ആദ്യം ചെട്ടിയിടുക. പോയി 50 രൂപ പോയി. സാരമില്ല, 5 കൊല്ലം ഉപയോഗിച്ചല്ലേ, അത് മതി. ഉപ്പേ പോടല, ആണാ ഉപ്പ് കക്കിത്. അഡ്ജസ്റ്റ്. ആഹാ, വാസുവേട്ടൻ വടിയും കുത്തി എങ്ങോട്ടാ? സബർമതിയിലേക്കാ? അല്ല, ഉപ്പ് സത്യാഗ്രഹത്തിന് നീ വരുന്ന? ആ ചോറ് തിളച്ച മുന്നിട്ടൊന്ന് വാർത്തിടാൻ തോന്നിയ മനുഷ്യൻ. ഇനി അതൊരു വാർത്തയാക്കി. നീ എന്താടാ വെറും കൈയോടെ? വെറും കൈയല്ലല്ലോ, കാലിസഞ്ചി ഉണ്ടല്ലോ. നീ ഒന്നും മേടിച്ചില്ലേ? കേരളത്തിൽ ഇന്ന് ഹർത്താലാ. എന്തിന്? ഇന്ത്യ ക്രിക്കറ്റിൽ ജയിച്ചു. അപ്പൊ സാറില്ല. എടാ, റോഡിനപ്പുറം തമിഴ്നാട്ടിൽ നിനക്ക് അവിടുന്ന് മേടിക്കാൻ പാടില്ലായിരുന്നു. പട്ടി വാങ്ങും. അതല്ലേ നിന്നെ തന്നെ വിട്ടത്. എടാ, തമിഴന്മാര് നമ്മുടെ ശത്രുക്കളാണ്. തമിഴ്നാട്ടിൽ നിന്ന് വെണ്ടക്ക വാങ്ങിച്ച് കറി വെച്ച് കേരളത്തിൽ ആരും ഉണ്ണണ്ട. എന്നാ പിടി കാശ്. ഇത് 10 അല്ലേ ഉള്ളൂ? ബാക്കി കാശിന് ഞാനൊരു വടയും ചായം കഴിക്കും. ഹർത്താലിൽ എവിടെയാ ചായക്കട? തമിഴ്നാട്ടില്. ഓഹോ, അപ്പൊ നീയല്ലേ പറഞ്ഞ തമിഴ്നാട്ടിൽ ഒന്നും മേടിച്ച് ഇവിടെ കറി വെക്കണ്ടെന്ന്? അത് കറി വെക്കണ്ടെന്നല്ലേ പറഞ്ഞോളൂ. ആണല്ലേ? എനിക്ക് ഇന്ന് 2 പേരും പച്ചച്ചോറ് അങ്ങനെ കേറ്റിയാ മതിയേ. എടാ, എനിക്ക് പച്ചച്ചോറ്. എനിക്ക് പറ്റില്ല. ജയിലിൽ കിടന്നപ്പോഴും ഞാൻ. എന്താ, ജലദോഷം ഉണ്ടായാ? ഇന്ന് നമ്മൾ സാമ്പാർ കൂട്ടി ഉണ്ണും. എക്യുപ്മെന്റ്സ് എല്ലാം റെഡി. ടെസ്റ്റിങ്ങിനുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായി പോരട്ടെ. കറികളൊന്നുമില്ലേ? നെറ്റിയിൽ എന്താ, ചട്നിയാ? അല്ല, പുണ്ണാക്ക്. അത് തലക്കകത്തല്ലേ? ഈശ്വരാ, കഷ്ണങ്ങൾ വാരിയിടുന്നതിന് മുമ്പ് ആ തള്ളച്ചി വരല്ലേ. പോരട്ടെ, തെറ്റിപ്പോവല്ലേ. അടി തെറ്റിയാ സാമ്പാറും വീഴുന്നാ. കഷ്ണം 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 കൊള്ളാം. ഞാനെന്തോ മറന്നല്ലോ. കൈ കഴുകിയില്ല. ഈ കട്ട് തിന്നതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണല്ലേ.
കോളിഫ്ലവർ മാതിരിയുള്ള എന്തോ പച്ചക്കറിയാണെന്നാ തോന്നണത്. ഇച്ചിരി കൂടുതലാ. ആ ശരിയാ, ഒരു കഷ്ണം കണ്ടാ ഒറ്റ കഷ്ണം. ഒരു കഷ്ണം തരുള്ളൂ, ഇനി ചോദിക്കരുത്. ഒരു പക്ഷെ ഇത് പിഴിഞ്ഞു തിന്നേണ്ടതായിരിക്കോ? ആ വലിയ പണക്കാരല്ലേ ഊട്ടിന്ന് കൊടക്കനാലിന്ന് കൊണ്ടുവന്ന. ഈ റബ്ബർ പോലത്തെ ഏതോ പച്ചക്കറിയാണെന്നാ തോന്നണേ. ഒരു പക്ഷെ ഈ പച്ചക്കറി റബ്ബർ തോട്ടത്തിൽ നിന്നുണ്ടായിരിക്കും. നിങ്ങൾ കൂടെ നോക്കട്ടെ. ശരിക്ക് ക്ലീൻ ചെയ്തിട്ടില്ല. ഇതിന്റെ ഇലയൊക്കെ കിള്ളിക്കളഞ്ഞെന്നാ തോന്നണ. ഹായ്, കാണാതായെന്ന് ചട്ടി തിരിച്ചു കിട്ടിയടാ. ഇത്രയും നല്ല സാമ്പാർ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അല്ല, ഞാൻ അറിയാൻ ചോദിക്കുക, നിങ്ങൾ ഈ തമിഴ്നാട്ടുകാർ സാമ്പാറിൽ ഉണക്കച്ചമീൻ ചേർക്കാറുണ്ട്? എന്താ ഒരു ടേസ്റ്റ്, എന്താ ഒരു സ്മെല്ല്! ഓ, சாம்பார் தீர்ந்தும். சாம்பார் மட்டும் இல்ல, ചോറും തീർന്നു പോச்சு. ശരിയാണല്ലോ. ഞങ്ങള് സാപ്പിടറൊക്കെ പുതുസാ ഉണ്ടാക്കണം. സാരില്ല, ഞാനത് വീണ്ടും ടെസ്റ്റ് ചെയ്തോളാം.